അഭിലാഷ് മോഹൻ ടോമി സെബാസ്റ്റ്യൻ സംവാദത്തിൽ ടോമി സെബാസ്റ്റ്യൻ കൊടുത്ത റഫറൻസുകളിൽ പറയുന്നത് ആഗോളതലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും ഫണ്ട് സ്വരൂപിക്കാനുമായി ഹമാസ് പലസ്തീനി കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നു എന്നത് അന്താരാഷ്ട്ര സംഘടനകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരു ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആ ലിങ്ക് പരിശോധിക്കുകയുണ്ടായി. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഇനി ഈ ആംനസ്റ്റി ഇന്റർനാഷണലിലെ ലിങ്ക് ഞാൻ തുറന്നു. ആംനസ്റ്റി കുറച്ചു കാലം മുമ്പ് ഒരു ആംനസ്റ്റി ഹമാസ് ആയിരുന്നു കേട്ടോ. പക്ഷെ 2010 ഹമാസ് ആയിരുന്നില്ല, പിന്നീട് ഹമാസായി മാറിയതാണ്. അതൊരു യുനോ ഡാർവിന് ശേഷം പുതിയൊരു പരിണാമ സിദ്ധാന്തം ഉണ്ടെങ്കിൽ അത് ആംനസ്റ്റിക്കും UN ആയിരിക്കും, ലൈക്ക് ദെയർ എവല്യൂഷൻ ഇൻ ടു ഹമാസ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, 2010-15 ഏപ്രിലിൽ വന്ന ഈ ഇതില് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഹമാസ് നടത്തുകയാണ്, ഒരു എക്സിക്യൂഷൻ അവിടെ നടത്തുകയാണ്. അതായത് ഇസ്രായേലുമായി കൊളാബറേറ്റ് ചെയ്തു എന്നുള്ള ചാർജിലും ആളുകളെ കൊന്നു എന്ന് പറഞ്ഞിട്ടുമാണ് ഈ ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതില് ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പോലീസ് സർജന്റിനെ കൊന്ന ഒരു വിഷയത്തിൽ പറയുന്നുണ്ട്. അതൊരു പഴയ വിഷയമാണ്. 2 പേരെ വധിച്ചു എന്നാണ് പറയുന്നത്. ഇതിലെവിടെയും സ്ത്രീകളെയോ കുഞ്ഞുങ്ങളെയോ ഹമാസ് സഹതാപത്തിനായി കൊന്നു എന്നോ അല്ലെങ്കിൽ അതൊരു ടാക്ടിക്കായി ഉപയോഗിക്കുന്നോ ആംനസ്റ്റി പറയുന്നില്ല. അത് ആംനസ്റ്റി ഇതിൽ പറയുന്നത് 2 എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്ങുകൾ നടന്നു. അത് കണ്ടംപ്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ സംഭവത്തെ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ കമന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തെളിവ് അതിനകത്ത് വേണം. അതൊരു മിനിമം മര്യാദയാണ്, അതൊരു ബേസിക് ലോജിക്കാണ്. അപ്പൊ ഇത് തുറന്നു വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ സ്ത്രീകളെ കൊന്ന കേസോ അല്ലെങ്കിൽ കുട്ടികളെ കൊന്ന കേസോ ഒന്നും തന്നെ ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നില്ല. പക്ഷെ ടോമി കൊടുത്തിരിക്കുന്ന കമന്റ് എന്താണ്, ഞാൻ ഒന്നുകൂടി വായിക്കാം. ആഗോളതലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും ഫണ്ട് സ്വരൂപിക്കാനും ഹമാസ് ഫലസ്തീനി കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നു എന്നത് അന്താരാഷ്ട്ര സംഘടനകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടാണ് ഞാൻ തുറന്നു വായിച്ചത്. അപ്പൊ ഞാനത് നോക്കി, വുമൺ ആൻഡ് ചിൽഡ്രൻ, എന്തായാലും അങ്ങനൊരു സംഭവം ഇതിനകത്തില്ല. അപ്പൊ ഇങ്ങനൊരു കമന്റ് വെച്ച് എന്തിനാണ് ശ്രീ ടോമി സെബാസ്റ്റ്യൻ ഈ ലിങ്ക് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ബോധ്യപ്പെടാത്ത ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നുമില്ല, വിൽഫുള്ളി നുണ പറയുക, മനഃപൂർവ്വം നുണ പറയുക, അല്ലെങ്കിൽ ആളുകളെ വഴിതെറ്റിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ക്ലിയർ ആയിട്ട്